ഉമ്മ എന്ന് പറയുമ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ വികാരം, ഉമ്മയെ പൊന്നുമ്മ എന്ന് മനസ്സിലെപ്പോഴും ഓർക്കുന്ന നമ്മൾ, എന്തുകൊണ്ടാണ് ആ വലിയ മഹത്വം അല്ലാഹു അവർക്ക് നൽകിയത്? ഗർഭകാലത്ത് അവരനുഭവിച്ച പ്രയാസങ്ങളും പ്രസവഘട്ടത്തിൽ അവരനുഭവിക്കുന്ന കഷ്ടതകളും മറ്റാർക്കും പറഞ്ഞറിയിക്കാൻ സാധ്യമാകാത്തത്ര ക്ലേശകരമായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതൊക്കെ ചില വാക്കുകളിൽ ഒതുക്കുകയാണ് ചെയ്തത്. വളരെ വ്യക്തമായി തന്നെ അല്ലാഹു എല്ലാം ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങളാണ് അവരുടെ കഷ്ടപ്പാടുകളെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് ഖുർആനിൽ 1-2 ഇടങ്ങളിലായി പ്രത്യേകം എടുത്തു പറഞ്ഞത്. മനുഷ്യനോടിതാ നാം ശക്തമായി ഉപദേശിക്കുകയാണ്. മനുഷ്യരോട് ശക്തമായ നിലക്ക് ഞാനിതാ ഉപദേശം നൽകുകയാണ്, വസിയത്ത് പറയുകയാണ്. ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ കാര്യം ഏറെ ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് ഉമ്മ സഹിച്ച ത്യാഗമാണ് ആദ്യം എടുത്തു പറയുന്നത്. ഹമലതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത് വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. ലുഖ്മാനിൽ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ സൂറത്ത് അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹാ എന്നാണ്. അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചത് പ്രയാസങ്ങളോടെയാണ്, കഷ്ടപ്പാടുകളോടെയാണ്. പ്രസവിച്ചതും ഏറെ കഷ്ടതകൾ സഹിച്ചുകൊണ്ടാണ്. ആ പ്രയാസങ്ങൾ ആർക്കാണ് പറഞ്ഞറിയിക്കാൻ സാധിക്കുക? ഗർഭിണിയാണ്. നമ്മെ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മളിങ്ങനെ ഒരു കുഞ്ഞിതാ ജനിക്കാൻ പോകുന്നു, താൻ ഗർഭിണിയാണ് എന്ന് അറിയുന്ന നിമിഷം മുതൽ ഒരു ഉമ്മ വളരെ കെയർഫുള്ളാണ്. ഒരു ഉമ്മ വളരെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ ഗർഭിണിയാണെന്നറിയുന്ന നമ്മെ ഗർഭം ചുമന്ന് ഗർഭത്തിന്റെ തുടക്കത്തിലാണ് ഞാൻ എന്നറിയുന്ന നിമിഷം മുതൽ ഒരു ഉമ്മയുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, അവിടം മുതൽ അവർ ഏറെ സന്തോഷിക്കുകയാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് അന്നം വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ശരീരം അവരുടെ ഗർഭപാത്രത്തിൽ വളരുകയാണ്. ദുർബലയായിരുന്നു അവർ. ഓരോ ഘട്ടത്തിലും അവരുടെ പ്രയാസങ്ങൾ കൂടിക്കൂടി വന്നു. നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മുടെ വളർച്ച കൂടുന്തോറും നമ്മുടെ ഉമ്മ ഏറെ പ്രയാസം സഹിച്ചു. അവർക്ക് ഭാരം കൂടി വന്നു. ഭാരം കൂടുന്തോറും അവർ കൂടുതൽ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നീങ്ങി. ഒരു പേനക്കും എഴുതി തീർക്കാനാവാത്ത, ഒരു നാവുകൊണ്ടും പറഞ്ഞവസാനിപ്പിക്കാനാവാത്ത, ഒരാൾക്കും ചിന്തിക്കാൻ പോലും ആകാത്തത്ര കടുത്ത വേദന സഹിച്ചുകൊണ്ട് അവർ നമുക്ക് ജന്മം നൽകി. അവർ നമ്മെ പ്രസവിച്ചു. നിന്നവർ നോക്കി കണ്ടതോടുകൂടി ആ പ്രസവത്തിന്റെ ശേഷം നമ്മുടെ ആ കുഞ്ഞുമുഖം അവർ കണ്ടതോടുകൂടി അതുവരെ സഹിച്ച പറഞ്ഞറിയിക്കാനാവാത്ത ഗർഭകാല വേദനകളും പ്രസവത്തിന്റെ വേദനകളും മുഴുവൻ ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവർ മറന്നു. നമ്മെ നോക്കി ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മെ കാണാനായ ആ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിൽ അനുഭവിച്ചതൊക്കെ അവർ മറന്നു. അത്രയേറെ അവർ നമ്മെ കണ്ടപ്പോൾ സന്തോഷിച്ചു. പിന്നീട് അങ്ങോട്ട് ഓരോ നിമിഷങ്ങളും പിന്നെ നമ്മളായിരുന്നു അവരുടെ മനസ്സിൽ. മറ്റൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, മൂസ അലൈഹിസ്സലാമിനെ വേർപെട്ടവര് ആ കുഞ്ഞായിരിക്കെ കടലിൽ പെട്ടിയിലാക്കിക്കൊണ്ട് അവിടെ ഒഴുക്കേണ്ടി വന്ന ആ സന്ദർഭം, കുഞ്ഞിനെ വേർപിരിഞ്ഞ ഘട്ടത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗാ എന്നാണ്. ഉമ്മയുടെ മൂസ അലൈഹിസ്സലാമിന്റെ ആ മാതാവിന്റെ ഹൃദയം ശൂന്യമായി തീർന്നു. കാരണം കുട്ടിയല്ലാത്ത മറ്റൊന്നും പിന്നെ ആ ഹൃദയത്തിലില്ല. കുഞ്ഞിന്റെ കാര്യം മാത്രമാണ് ഒരു ഉമ്മ പ്രസവിച്ച ഒരു നവജാത ശിശുവിനെ കുറിച്ച്, പിന്നെ ആ കുട്ടിയുടെ ചിന്തകൾ മാത്രമാണ് ആ ഉമ്മയുടെ മനസ്സിലുള്ളത്. പിന്നീട് അങ്ങോട്ട് പ്രതീക്ഷകളാണ് നമ്മെക്കുറിച്ച്. നമ്മുടെ ഓരോ ചലനങ്ങളും അവർ നിരീക്ഷിച്ചു. ഒരു വീഴ്ചയും വരാതെ നമ്മളെ നോക്കി. മടിത്തട്ടിൽ അവർ നമുക്ക് വിരിപ്പൊരുക്കി, നെഞ്ചോട് ചേർത്ത് അവർ നമുക്ക് പാലൂട്ടി. ഉറങ്ങും വരെ അവരുറങ്ങിയില്ല. നമ്മൾ ഉറങ്ങുവോളം അവരുറങ്ങിയില്ല. നമ്മളൊന്ന് ഉറങ്ങി എന്നറിഞ്ഞാൽ, പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂചി വീണാൽ കേൾക്കും അതിന്റെ ശബ്ദം. അത്ര കരുതലോടെയാണ് കുഞ്ഞൊന്ന് ഉറങ്ങി എന്നറിഞ്ഞാൽ ആ ഉമ്മ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് കൈ വലിക്കുന്ന, വിരലുകൾ വലിക്കുന്ന രംഗം പോലും നമ്മളൊക്കെ കാണാറില്ലേ? ആ കുട്ടിയുടെ ഉറക്കത്തിനൊരു തടസ്സം വരരുതെന്ന നിലയ്ക്ക് അത്ര വലിയ നിശബ്ദതയോടെ നമ്മെ നമ്മുടെ ഉമ്മ ഉറക്കി, പാലൂട്ടി,
അതേപോലെ തന്നെ താരാട്ടി വളർത്തി. നമ്മുടെ വേദനകൾ, നമ്മൾ വേദനിക്കുന്നത് ഉമ്മക്ക് സഹിക്കാനാവില്ലായിരുന്നു. നമ്മുടെ ഓരോ അനക്കങ്ങളും ഓരോ രൂപത്തിലുള്ള ചലനങ്ങളും ആ ഉമ്മ കൗതുകത്തോടെ നിരീക്ഷിച്ചു. നമ്മളൊന്ന് പുഞ്ചിരിക്കുന്നത് കാണാൻ, നമ്മളൊന്ന് ചിരിക്കുന്നത് കാണാൻ, നമ്മുടെ കിളിക്കൊഞ്ചൽ കേൾക്കാൻ, നമ്മുടെ കുസൃതികൾ കാണാൻ, പ്രയാസങ്ങൾക്കും പാതിരാവുകൾക്കുമിടയിലും ഉറക്കമിളച്ചുകൊണ്ട് ആ ഉമ്മ കാത്തിരുന്നു. ആ നിലക്കുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പ്രത്യേകമായ നിലക്ക് തന്നെ അവരുടെ മനസ്സിൽ, നമ്മുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടി, നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരുപാട് സുഖങ്ങൾ അവർ വേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ സഹിച്ചവരാണ് നമ്മുടെ ഉമ്മ. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹ, എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അവർ നമ്മളെ പ്രസവിച്ചു, വളർത്തിയുണ്ടാക്കി. പകരം നമുക്ക് എന്ത് നൽകാനാകും? നമ്മുടെ സമ്പത്ത് മുഴുവനും ആ കാൽക്കൽ കൊണ്ടുപോയി വെച്ച്, ഉമ്മ ഇതെടുത്തോളൂ, ഇത് മുഴുവനും നിങ്ങൾക്കാണെന്ന് പറഞ്ഞാലും പകരമാവില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നിട്ടും പല മക്കളും ഉമ്മമാർക്ക് നൽകുന്ന കാശെത്രയാണ്, ഉമ്മക്ക് അയച്ചു കൊടുക്കുന്ന ചെലവെത്രയാണ്, ഉമ്മക്ക് വേണ്ടി നൽകുന്ന സമ്പത്ത് എത്രയാണ്, ഉമ്മയുടെ കാൽക്കൽ ഉമ്മയുടെ കൈകളിൽ വെച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ദിർഹമുകളുടെ രൂപയുടെ മൂല്യം എത്രയാണ്. അവരുടെ ഖൽബ് പോലും പൊട്ടിത്തകർക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ പെരുമാറുമ്പോൾ എന്താണ് നമ്മളൊക്കെ അവർക്ക് ഇന്ന് പകരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ചിന്തിക്കണം. ആരാണ് ഈ ഉമ്മ? മുഴുവനായി നമുക്ക് തന്നവരാണ്, എല്ലാം തന്നവരാണ്. അവർക്ക് സമ്പത്ത് വലുതായിരുന്നില്ല നമ്മെ വളർത്തുന്ന കാലത്ത്, അവരുടെ ജീവൻ പോലും വലുതായിരുന്നില്ല നമ്മെ വളർത്തുന്ന കാലത്ത്. കുഞ്ഞടുത്ത് കിടക്കുന്നിടത്തേക്ക് കഠിനമായ വിഷമുള്ള മൂർഖൻ പാമ്പ് നമ്മെ താരാട്ടി നമ്മെ ഉറക്കിയിട്ടുള്ള തൊട്ടിലിന്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോ, പത്തി വിടർത്തിയാവുന്ന മൂർഖൻ പാമ്പാണെങ്കിൽ പോലും എന്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊത്താനോങ്ങുന്ന പാമ്പിന്റെ വിഷം പോലും അവഗണിച്ച് എന്റെ ജീവൻ പോയാലും എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതെന്ന് അങ്ങനെ വളർത്തിയുണ്ടാക്കിയതാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മക്കാണ് നമ്മൾ ഇന്ന് തിരികെ കൊടുക്കുന്നത്. എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു തുറിച്ചു നോട്ടം കൊണ്ടുപോലും അവരെ നീ നോക്കിപ്പോകരുതെന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്നേഹം കൊണ്ട് നീ അവരെ വീർപ്പുമുട്ടിക്കണമെന്ന്, ഒരു വാക്ക് കൊണ്ട് പോലും വേദനിപ്പിക്കരുതെന്ന്. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും ഉമ്മയോട് പറയരുത്, മാതാപിതാക്കളോട് പറയരുത്. മറിച്ച് നീ എന്താണ് ചെയ്യേണ്ടത്? ശബ്ദമുയർത്തുക പോലും ചെയ്യരുത്. ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്താൻ നിനക്ക് പാടില്ല. നിന്റെ ഉമ്മയാണത്, നിന്റെ ഉപ്പയാണത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, നീ അവരുടെ മുമ്പിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത്, ഒച്ചയിട്ടുകൊണ്ട് സംസാരിക്കരുത്. ഛേ എന്നൊരു വാക്ക് പോലും പറയരുത്. ഒരു തുറിച്ചു നോട്ടം, അവരുടെ ഉപദേശം കേൾക്കുമ്പോൾ ഒരു ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടം, അവരുടെ മുമ്പിലേക്ക് കണ്ണു നിറയെ ദേഷ്യം പകർന്നുകൊണ്ടുള്ള ഒരു നോട്ടം പോലും നിനക്ക് പാടില്ല എന്നാണ്. നീ അവരോട് വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഖൗലൻ കരീമ, മാന്യമായേ സംസാരിക്കാവൂ, വളരെ മാന്യമായിട്ടേ സംസാരിക്കാവൂ. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യമായിരിക്കണം നിന്റെ വാക്കുകളിൽ, നിന്റെ നോക്കുകളിൽ, നിന്റെ ഇടപാടുകളിൽ, നിന്റെ ഇടപെടലുകളിൽ, നിന്റെ സമീപനങ്ങളിൽ. നീ അവരോട് വളരെ വിനയത്തോടെ മാത്രമേ ഇടപെടാവൂ. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ച് ആ ചിറകിനുള്ളിൽ നീ അവരെ വളർത്തിക്കൊണ്ട് നടക്കണം. അവർക്ക് വേണ്ടി മതി വരുവോളം അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മനസ്സിലാക്കണം, അല്ലാഹു ഹറാമാക്കിയ സംഗതിയാണ്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, അല്ലാഹു നിങ്ങളോട് ഇതാ കഠിനമായ ഹറാമായി കൊണ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. മാതാക്കളെ നിങ്ങൾ വിഷമിപ്പിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, അവരെ കണ്ണീര് കുടിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. ഉമ്മയോടുള്ള കടമ ഒരു വശത്ത്, നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട്, നിന്റെ മക്കളോട്, നിന്റെ ഡ്യൂട്ടിയോട്, നിന്റെ തൊഴിലിനോടുള്ള കടമ ഒരു വശത്ത്. അതൊക്കെ ഒരു വശത്ത് നിന്നാലും ഉമ്മയോടുള്ള കടമക്കത് തുല്യമാവില്ല. ആ കടമ നിറവേറ്റാനാവാതെ മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ നിനക്ക് അവകാശമില്ല. അതാണ് നിനക്ക് നീ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അതാണ് നിനക്ക് എന്തിനേക്കാളും വലുത് എന്ന് മനസ്സിലാക്കണം. ഉമ്മയെ അവഗണിച്ചുകൊണ്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാൻ പാടില്ല എന്നാണ്
ഇസ്ലാമിൻ്റെ ഗൗരവതരമായ പ്രഖ്യാപനം. ദിവസം മുഴുവൻ അവരെ കാത്തിരിക്കുന്ന ദിവസങ്ങളുണ്ടാകും. നീ ഒന്ന് വന്നെങ്കിൽ, നിന്നെ ഒന്ന് കാണാനായെങ്കിൽ എന്ന് കൊതിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ട്. നമ്മുടെ വരവ് കണ്ടാൽ, നമ്മുടെ വരവ് കേട്ടാൽ സന്തോഷിച്ച് കാത്തിരിക്കുന്ന ഉമ്മമാര്, വരാനായില്ലെങ്കിലും ഒരു വിളിക്ക് വേണ്ടി കാതോർക്കുന്ന ഉമ്മമാരുണ്ട്. വരാനായില്ലെങ്കിൽ ഒരു ഫോൺ കോളെങ്കിലും കിട്ടട്ടെ, എൻ്റെ മോന്റെ ശബ്ദമൊന്ന് കേൾക്കട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയുണ്ട്. അവരുടെ കണ്ണുനീരുകൾ, അവരുടെ കണ്ണ് നിറയും. ഫോണിന്റെ അങ്ങേ തലക്കൽ നിന്ന് ഉമ്മ, അസ്സലാമു അലൈക്കും ഉമ്മ എന്നുള്ളൊരു വിളി കേൾക്കാൻ കൊതിക്കുന്ന, അത് കേട്ടാൽ എല്ലാം മറക്കുന്ന, ഇനി അവർക്ക് അന്നത്തെ ദിവസം ഇനി ഒന്നും വേണ്ട, അത്രയും വലിയ സന്തോഷത്തിലാകുന്ന ഉമ്മയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്നാണ് മാതാവിനെ പടച്ച റഹ്മാനായ റബ്ബ് പറയുന്നത്. അത് അള്ള വ്യക്തമാക്കി തന്നതിലൂടെ നമ്മളിനി എങ്ങനെയാണത് പറഞ്ഞറിയിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഒന്ന് കാണാൻ കൊതിച്ചിട്ട് കാണാൻ സമ്മതം കൊടുക്കാത്ത മക്കൾ, എത്രയോ കാലമായി ഒന്ന് കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ഉമ്മയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുകയാണ്. ആ വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന ഉമ്മയോടത് വിളിക്കാൻ സന്നദ്ധമല്ലാത്തവർ, ഭാര്യമാരോട് ഏറെ നേരം സംസാരിക്കും, മറ്റുള്ളവരോട് ഏറെ നേരം ചാറ്റ് ചെയ്യും, ഒരുപാട് ആളുകളോട്, അകലെയുള്ളവരോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും വാതോരാതെ. ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഒരു മിനിറ്റ് എൻ്റെ മോനൊന്ന് എന്നോട് സംസാരിച്ചെങ്കിൽ എന്ന് കൊതിക്കുന്ന ഉമ്മയോട് മാത്രം നമുക്ക് ചാറ്റ് ചെയ്യാൻ, വിളിക്കാൻ, സംസാരിക്കാൻ ഒന്നിനും നമുക്ക് നേരമില്ല. കാരണം അവർ പഴയതായി പോയി, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് നമ്മുടെ അത്ര ആരോഗ്യമില്ല, അവർക്കൊരു പക്ഷേ സൗന്ദര്യമില്ല, അവർക്കൊരു പക്ഷേ ലോകം തിരിയില്ല, അവരൊരു പക്ഷേ കാണാനൊട്ടും കൊള്ളില്ല. ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു ആ തൊലികൾ, നരച്ച് വെളുത്തിരിക്കുന്നു ആ താടിയും, അതുപോലെ തന്നെ തലയും, അതുപോലെ തന്നെ അവരുടെ മുടിയിഴകളുമൊക്കെ, അവരുടെ വിരലുകളെല്ലാം ചുക്കിച്ചുളിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ അവരാണെങ്കിലും അവരിങ്ങനെ ഉയർത്തുന്നുണ്ട് അവരുടെ കൈകൾ റഹ്മാനായ റബ്ബിലേക്ക്. അല്ലാഹുവേ, എൻ്റെ മോൻ, എൻ്റെ മോൾ അവരങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആ കൈകൾ പിന്നെ മണ്ണിലാണ്. നമുക്ക് വേണ്ടി ഉയരാൻ ഇനി ആ കൈകൾ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അത് വില കൊടുത്താൽ കിട്ടുന്നതല്ല. അത് ലക്ഷങ്ങളും കോടികളും കൊടുത്താലും കിട്ടുന്നതല്ല. അത് നഷ്ടപ്പെട്ടവർക്കറിയാം അതിൻ്റെ വേദനകൾ. ഉമ്മ ജീവിച്ചിരിപ്പില്ലാത്തവരില്ലേ, ഉപ്പമാര് ജീവിച്ചിരിപ്പില്ലാത്തവരില്ലേ, അവർക്കറിയാം അതിൻ്റെ വേദന. അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്നറിയോ? ജീവിതത്തിൽ ഇത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. എന്തിനേക്കാളും വലുതവരോട് എന്ന് പറഞ്ഞില്ലേ? സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ജനങ്ങളിൽ ഏറ്റവും വലിയ കടമ ഞാൻ ആരോടാണ് നിർവഹിക്കേണ്ടത്? നിന്റെ ഉമ്മയോട് എന്നാണ്. പിന്നീടാണ് പറഞ്ഞത് നിന്റെ ഉപ്പയോട് എന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്നീ തീർച്ചയായും ഞാൻ ലാ അഅലമു അമല, ഒരമലും എനിക്കറിഞ്ഞുകൂടാ, അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, ഉമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും കാണിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു വലിയ നന്മയും ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവർ നമ്മുടെ കൺമുമ്പിലെ നിധികളാണ് പ്രിയപ്പെട്ട മക്കളെ. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ നമ്മുടെ കൺമുമ്പിലുള്ള നിധികളാണ്, അമൂല്യമായ സ്വത്താണ് അവരെന്ന് മനസ്സിലാക്കണം. അവർ ജീവിച്ചിരിക്കുമ്പോൾ നന്നായി പരിചരിക്കാനോ, മരണം വരുന്നതിൻ്റെ മുമ്പ് അവരെ സ്നേഹം കൊണ്ട് പൊതിയാനോ, അവരുടെ കൈകളിൽ തലോടി അവരുടെ നെറുകയിൽ ഉമ്മ കൊടുക്കാനോ സാധിക്കാതെ നമ്മളിപ്പോഴും ഒരൽപ്പം പിറകോട്ട് മാറി നിൽക്കുകയാണോ? വിലപിക്കേണ്ടി വരും. അവർ ജീവിതത്തിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ടോക്കണം. അന്ന് നമുക്ക് തോന്നും, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഉപ്പ ഹയാത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഓടിച്ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച ആ നെറുകയിൽ മുത്തം കൊടുക്കുമായിരുന്നു, ആ കൈകൾ ഞാൻ തടവുമായിരുന്നു, ആ ശുഷ്കിച്ച ശരീരത്തിന്റെ ജരാനരകൾ ബാധിച്ച ശരീരത്തിൽ ഞാൻ തലോടി അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു എന്ന് ഇന്ന് തോന്നുന്നില്ലേ മക്കളെ? അത് നഷ്ടമാകുന്നതിൻ്റെ വേദനയാണത്. അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന ഇന്ന് മക്കളുണ്ടെങ്കിൽ മഹാഭാഗ്യവാന്മാരെന്നേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവരാണ് മഹാഭാഗ്യവാന്മാർ. ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും ഒരാളെങ്കിലുമോ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളാണ് ഈ ലോകത്തെ മഹാഭാഗ്യവാന്മാർ. ഒന്ന് കാണാൻ, ഒന്ന് വിളിക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഉമ്മ എന്ന് വിളിക്കാൻ അതില്ലാത്ത നഷ്ടപ്പെട്ടവരുടെ വേദന
നഷ്ടപ്പെട്ടവർക്കേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവർ ജീവിച്ചിരിക്കുമ്പോൾ ആ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുക. ആയുഷ്കാലം മുഴുവനും അവരെ സന്തോഷിപ്പിച്ചും അവരെ നോക്കിയും കണ്ടും സേവിച്ചും നമുക്ക് കഴിയാൻ സാധിച്ചാൽ, വല്ല വീഴ്ചയും ഒന്ന് പോയെങ്കിൽ ഉടനെ അത് തിരുത്തി തൗബ ചെയ്തുകൊണ്ടവരുടെ അടുത്തേക്ക് മടങ്ങാൻ, അവരെ ആശ്വസിപ്പിക്കാൻ ഒരു ചാൻസും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മസ്ജിദിലെ മിമ്പറിൽ നിന്നുകൊണ്ട് ആമീൻ എന്ന് ഉറക്കെ പറഞ്ഞ 3 സംഭവം നമ്മൾ പഠിച്ചവരാണ്. അതിൽ ഒരു സംഭവം എന്തായിരുന്നുവെന്നോ, ഒരു വ്യക്തി മുഖം കുത്തി നരകത്തിൽ വീഴട്ടെ. എന്തേ അവന്റെ കാരണം? അവന് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ അവന്റെ ജീവിതകാലത്ത് 2 ആളെയും അവന് നോക്കാൻ കിട്ടി. ഇനി അതല്ലെങ്കിൽ ഒരാളെയെങ്കിലും കിട്ടി വാർദ്ധക്യകാലത്ത്. എന്നിട്ടും അവൻ അവരെ പരിഗണിക്കാതെ നരകാവകാശിയായി മാറി. ലം യദ്ഖുലിൽ ജന്ന, അവന് സ്വർഗത്തിൽ കയറാൻ സാധിച്ചില്ല അവര് മുഖേനയെങ്കിൽ അവനാണ് ഏറ്റവും വലിയ നാശം പിടിച്ചവൻ. അവൻ നശിക്കട്ടെ, അവൻ നശിക്കട്ടെ, അവൻ നശിക്കട്ടെ എന്ന പ്രാർത്ഥന ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്നുറക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടണമെന്നുണ്ടോ? നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടോ? നമ്മുടെ മാതാക്കളെ പരിചരിച്ചോളൂ. ഞാനൊരു സംഭവം നിങ്ങളെ കേൾപ്പിക്കട്ടെ. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് റബ്ബ് നൽകിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു, സഹാബിമാരെ, അങ്ങ് ദൂരെ യമനിലൊരു മനുഷ്യനുണ്ട്, ഒരാൾ ഇവിടെ കടന്നു വരും. അയാളുടെ അടയാളം പോലും പറഞ്ഞു, ഏത് ഗോത്രക്കാരനാണെന്ന് പറഞ്ഞു, ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞു, അയാളുടെ ശരീരപ്രകൃതം പറഞ്ഞു, ശരീരത്തിലുള്ള അടയാളങ്ങൾ വരെ പറഞ്ഞു കൊടുത്തു. അയാൾ നിങ്ങളുടെ മുമ്പിലെങ്ങാനും ഏതെങ്കിലും കാലത്ത് കിട്ടിയാൽ നിങ്ങൾ അയാളോട് പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണം. അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയണം. എന്ത്? അദ്ദേഹത്തോട് നിങ്ങൾ പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറയണമെന്ന്. കാരണം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പ്രവചിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അത്യുന്നതനായ താബിഈയായി അറിയപ്പെടുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. ഉവൈസ് റളിയല്ലാഹു തആല അൻഹു സഹാബിയല്ല, സഹാബി ആവേണ്ടിയിരുന്നു. മുസ്തഫായുടെ കാലത്ത് അങ്ങ് യമനിൽ വെച്ച് റസൂലുള്ളാഹിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ മുസ്ലിമായതാണ്. നബിതങ്ങളെ കാണാൻ മദീനയിലേക്ക് വരാനുണ്ടായ ഏക തടസ്സം എന്തായിരുന്നുവെന്നോ, പ്രായമായ ഉമ്മയുണ്ടായിരുന്നു വീട്ടിൽ, നോക്കാൻ ആളില്ലായിരുന്നു. ഉമ്മാനെ സ്നേഹിച്ച് ഉമ്മാനെ പരിചരിച്ച് ഉമ്മാനെ ശുശ്രൂഷിക്കാൻ ഞാൻ ഇവിടം വിട്ടാൽ ഒരാളില്ലല്ലോ എന്ന് വിചാരിച്ചു ഉമ്മയോടുള്ള ആ പരിചരണത്തിന് വേണ്ടി മാത്രം മുത്ത് മുസ്തഫയെ കാണാൻ തേടി ഇറങ്ങി സഹാബി എന്ന പദവിയിലേക്ക് എത്തുന്നത് പോലും ഒഴിവാക്കിയിട്ട് ആ ഉമ്മക്ക് വേണ്ടി അവിടെ ജീവിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു ഉവൈസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം സഹാബിയായിട്ട് എണ്ണപ്പെടുന്നില്ല, കാരണം റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലല്ലോ. ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് അള്ളാഹിന്റെ റസൂൽ സഹാബികളോട് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളിലേക്ക് ഒരാൾ വരും യമനിൽ നിന്ന്. ഇതിങ്ങനെ സഹാബിമാരി തെരയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഓരോ രാജ്യക്കാരും ഹജ്ജിന് വരുമ്പോ, സംഘങ്ങൾ വരുമ്പോ ഒക്കെ ചോദിക്കും, നിങ്ങളിൽ ആരാണ് യമൻകാരുള്ളത്, ആരാണ് ഖറൻ നിവാസികളുള്ളത്? ഒരാളെ കണ്ടപ്പോ പറഞ്ഞു, ഞാൻ യമനിൽ നിന്നാണ്. ചോദിച്ചു, നിങ്ങൾ ഖറൻ ഗോത്രക്കാരനാണോ? അതെ. നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു രോഗമുണ്ടായി മാറിയ അടയാളമുണ്ടോ? അതെ. നിങ്ങൾക്ക് പ്രായമുള്ള ഒരു ഉമ്മയുണ്ടോ? അതെ. എങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം കേട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു? സ്വർഗ്ഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തിത്വമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് തന്റെ എത്രയൊന്നും പദവിയില്ലാത്ത മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ആ പദവിയിലേക്ക് മഹാനവറുകളെ എത്തിച്ചതെന്തായിരുന്നുവെന്നോ, അദ്ദേഹം ഉമ്മയോട് സ്നേഹമുള്ളയാളായിരുന്നു, ഉമ്മയെ ശുശ്രൂഷിച്ച വ്യക്തിത്വമായിരുന്നു. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് എന്താ അറിയോ? അദ്ദേഹം അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം അള്ളാഹിനോടാണ് ആവശ്യപ്പെട്ടാൽ അത് അള്ളാഹ് അങ്ങ് നിവർത്തിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം. നിങ്ങൾ എങ്ങോട്ടാ മടങ്ങിപ്പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൂഫയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള ഗവർണർക്ക് ഞാൻ നിങ്ങളെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കട്ടെയോ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല. മഹാനവറുകൾ തിരിച്ചുപോയി എന്നാണ് ചരിത്രം. വലിയ പാഠങ്ങളുള്ളൊരു ചരിത്രമാണ്. പ്രിയമുള്ളവരെ, ഇതെന്തിനാ ഓർമ്മപ്പെടുത്തിയത്? മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന് അത്യുന്നതമായ പദവി നൽകി അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പവർ കൊണ്ടല്ല, മറ്റേതെങ്കിലും പവർ കൊണ്ടല്ല, അധികാരത്തിന്റെ പവർ കൊണ്ടല്ല, പെറ്റുമ്മയെ നോക്കി വളർത്തുവാനുള്ള ശുഷ്കാന്തി അത് കാണിച്ചതുകൊണ്ട് അത്യുന്നത പദവിയിലെത്തിയ മഹാനായ ഉവൈസ് വിശ്വാസികളെ നമുക്ക് ഗുണപാഠമാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ഉമ്മ, പൊന്നുമ്മ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപാകതകൾ പുറത്തു തന്നുകൊണ്ട് അവരോടുള്ള കടമകൾ നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ് ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള കടമ, ആ മാതാക്കൾ നന്മയുടേതായ കവാടങ്ങളായിരുന്നു നമുക്ക്. നമ്മൾ പലപ്പോഴും നമുക്ക് നഷ്ടബോധമുണ്ടാകും, അവരും മരിച്ചുപോയല്ലോ. അങ്ങനെ ജീവിച്ചിരിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകുമല്ലോ ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മളുടെ കൂട്ടത്തിൽ. ആ കടമകൾ അവസാനിച്ചു എന്ന് കരുതരുത്. നമുക്ക് മുമ്പിൽ നന്മയുടെ കവാടങ്ങൾ ഇനിയും അവരോട് ചെയ്യാനുള്ളത് കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല. അവരുടേതായ ഖബറുകളിൽ പ്രകാശം നിറയാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ സന്താനം അതവരുടെ ഖബറിൽ അവർക്ക് പ്രകാശം കിട്ടാൻ കാരണമായി തീരും. നിരന്തരമായി നമ്മൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, തീർന്നില്ല. നമ്മുടേതായ ഇസ്തിഗ്ഫാറുകൾ അവർക്ക് സ്വർഗീയമായ പദവിയിൽ അത്യുന്നതമായ സോപാനങ്ങളിലേക്ക് കയറാൻ അത് നിമിത്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന കടബാധ്യതകൾ നിനക്ക് താങ്ങാവുന്നതാണെങ്കിൽ നമ്മൾ വീട്ടുക. അത് അവരോട് ചെയ്യുന്ന സ്നേഹമാണ്. അവർ നിർവഹിച്ച വല്ല നേർച്ചക്കടങ്ങളും ഉണ്ടായിരുന്നുവോ റബ്ബിന്റെ പേരിൽ അവർ നേർച്ചയാക്കിയത്, അത് വീട്ടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ കടമ തന്നെയാണ്. അവർ നൽകിയിട്ടുള്ള കരാറുകൾ, അവർ നൽകിയിട്ടുള്ള വസിയത്തുകൾ, അവർ നൽകിയിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അതൊക്കെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതൊക്കെ അവരോട് മരണശേഷവും ചെയ്യേണ്ടുന്നത് നമ്മുടെ കടമകളാണ്. അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാം. എൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക് എൻ്റെ ഉപ്പാക്ക് വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി മക്കളെ നമുക്ക് നല്ല നല്ല സദഖകൾ അവർക്ക് വേണ്ടി നിർവഹിക്കാം. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയൊക്കെ സ്നേഹമുള്ള മാതാപിതാക്കളാണ്, ഇത്രയൊക്കെ നമ്മൾ ആദരിക്കേണ്ടവരാണ്. അപ്പോഴും ഒരു തത്വം മറന്നു പോകരുത്. ആ ഉമ്മയെ പടച്ചവൻ വേറെയാണ്. ആ ഉപ്പയെ പടച്ചവനും നമ്മെ പടച്ചവനും ആ ഉമ്മയെ പടച്ചവനുമൊക്കെ റഹ്മാനായ റബ്ബാണ്. റബ്ബിന്റെ മീതെ ഒരാൾ ഉണ്ടാകാൻ പാടില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും അനുസരിച്ചു പോകരുത്. ഇത്രയൊക്കെ ബഹുമാനുള്ള ഉമ്മയല്ലേ, ഉമ്മ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ശിർക്കിന് പ്രേരിപ്പിച്ചാൽ, മറ്റെന്തെങ്കിലും തോന്നിവാസങ്ങൾക്ക് പ്രേരിപ്പിച്ചാൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കരുത്. അപ്പോഴും ഭൗതികമായിട്ട് അവരോടുള്ള സ്നേഹപ്രകടനങ്ങൾ എന്ത് ചെയ്യണം? നിലനിർത്തുകയും ചെയ്യണം. റബ്ബിനേക്കാൾ വലുതായി ആരെയും കാണരുത് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. അവരോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് അവരുടെ ബന്ധുക്കളോടുള്ള സ്നേഹം. അവരെ ആദരിക്കുക, ബഹുമാനിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ അനിയത്തിയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അവരാണ് ഇളയമ്മമാര്, അവരാണ് മൂത്തമ്മമാര്, ചെറിയുമ്മ, വലിയുമ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന അവരൊക്കെ ഉമ്മയുടെ സ്ഥാനത്താണ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി. അങ്ങനെയുള്ള നമ്മുടെ ഇളയമ മൂത്തമ്മമാരൊക്കെ
ഉമ്മയുടെ സ്ഥാനത്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മയെ മരിച്ചു പോയിട്ടുള്ളൂ, ആ ഉമ്മയുടെ സഹോദരിയുണ്ടോ, മൂത്തമ്മയുണ്ടോ, ഇളയമയുണ്ടോ, പോയി കാണണം, പരിചരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ദൻബൻ അളീമ, ഞാനൊരു വലിയ പാപം ചെയ്തു പോയി നബിയേ, എനിക്ക് പശ്ചാത്തപിക്കാൻ എന്താണ് മാർഗം? ഒരു വൻ തെറ്റിലാണ് ഞാൻ അകപ്പെട്ടിട്ടുള്ളത്, എനിക്ക് പശ്ചാത്തപിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മുത്ത മുസ്തഫായുടെ ചോദ്യം, ഹൽ ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മണ്ടോ, ഉമ്മ ഹയാത്തിലുണ്ടോ? എന്നാ അവരെ പോയി പരിചരിക്ക്. അപ്പൊ പറഞ്ഞു, ഇല്ല, എൻ്റെ ഉമ്മ മരിച്ചിരിക്കുന്നു, എനിക്ക് ഉമ്മല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, എങ്കിൽ ഹൽ ലക മിൻ ഖാല, നിനക്ക് ഇളയമയുണ്ടോ, മൂത്തമ്മയുണ്ടോ? ഉണ്ട് നബിയെ. ഫബിർറഹ, എന്നാ അവർക്ക് നന്മ ചെയ്യ പോയിട്ട്. അതിനോട് കിടപിടിക്കുന്ന ഏത് പ്രവർത്തനമാവുള്ളത്? നമ്മുടെ പാപങ്ങൾ പൊറുത്ത് കിട്ടാൻ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായി സീറ്റുറപ്പിക്കാൻ, ഇതിനേക്കാൾ ഇനി ഉന്നതമായ ഒരു നന്മയുടെ കവാടം ഇനി ഏതാ നമുക്ക് റബ്ബ് തുറന്നു തരേണ്ടത്? പക്ഷേ മക്കളെ, എത്ര പേർക്ക് അതിന് സാധിക്കുന്നുണ്ട്? വെട്ടിക്കൊല്ലുന്ന മക്കൾ, പറന്ന വീണ ഉമ്മയുടെ ഗർഭപാത്രം ചുമന്ന അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടുന്ന മക്കൾ, നിസ്കാരപ്പായയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയുടെ പിൻഭാഗത്ത് തലയിൽ ഹാമർ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്ന മക്കൾ, ആ മക്കൾ ഇന്ന് മയക്കുമരുന്നിന്റെ ലഹരിയിലാണ്. അവർക്ക് പൊന്ന് വേണം, അവർക്ക് സ്വത്ത് വേണം, അവർക്ക് ലഹരി വേണം. അവരുടെ സുഖത്തിന് വിരുദ്ധമായത് ഉമ്മയാണെങ്കിൽ ഉമ്മയെ കഴുത്തറക്കും, ചവിട്ടും, ആഞ്ഞു തൊഴിക്കും, എന്തും അവർ ചെയ്യും. ബാപ്പയായാലും അവർക്ക് വിരോധമില്ല. ഈ ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് ലഹരിയാണ്, ഈ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് ചെകുത്താനാണ്, ഈ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് ഖുർആനും ഹദീസും പഠിക്കാതെ അവർ വഴിവിട്ട ജീവിതത്തിലേക്ക് പോയതാണ്. ആ പോയിന്റിലേക്ക് വരിക പ്രിയമുള്ളവരെ. പഠിക്കുക. മഹത്വമറിയുന്നവർക്കേ കടമകൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. കാരണം ഈ മേഖലക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് തിരിച്ചു വാങ്ങപ്പെടുന്ന കടമാണ്, ഇത് തിരിച്ചെടുക്കപ്പെടുന്ന കടമാണ്. ജീവിതകാലത്ത് ഉമ്മയോടും ഉപ്പയോടും പെരുമാറ്റം മോശമായാൽ നമുക്കുമുണ്ട് വളർന്നു വരുന്ന മക്കൾ, തിരിച്ച് സഹിതം വളരെ ശക്തമായ നിലക്ക് തിരിച്ചടിക്കാതെ ആ മക്കൾ വിട പറയൂലാന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൊടുത്തതിൻ്റെ പകരം നമ്മുടെ മക്കൾ തരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു നല്ലവരാക്കി തീർക്കുമാറാകട്ടെ. മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന സജ്ജനങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റേതായ കാവലും സംരക്ഷണവും ഈ രാജ്യത്തും സർവ്വരാജ്യങ്ങളിലും അള്ളാഹു എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകിക്കൊണ്ട് റബ്ബ് എല്ലാവർക്കും അവരവരുടേതായ പ്രവർത്തനങ്ങളിൽ ശാന്തമായി സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഹ്ഫള് ദൗലത്തൽ ഇമാറാത്ത് വഹ്ഫള് ഖിയാദതഹാ വഅഹ്ലഹാ വൽ മുഖീമീന അലാ അർളിഹാ വഹ്ഫള് ബർറഹാ വബഹ്റഹാ വസമാഅഹാ واحفظ اللهم جنود وطننا البواسل وقوي عزيمتهم وسدد رميهم وانصرهم على عدوك وعدوهم وأجزل أجرهم وثوابهم. اللهم احفظ محمد بن زايد رئيس الدولة بحفظك واشمله برعايتك وأيده بنصرك ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضاه. اللهم سدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله وأهله واغفر لوالديه ونجليه وادخلهم الجنة يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.